5 7 9 11 ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം പറയും. 5 7 9 11 രൂപം പറയുന്നത്. എങ്ങനെ കണ്ടുപിടിക്കണമെന്നാ ടീച്ചർ പറഞ്ഞേ? ടീച്ചർ പറഞ്ഞ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഇവിടെ തന്നു. xn is equal to d xn is equal to d n plus ഡിയുടെ കൂടെ n പ്ലസ് ഇടണോ? n plus f minus d. f minus d. എന്നിട്ട് ആദ്യം ബീജഗണിത രൂപം കാണാനായിട്ട് പൊതുവ്യത്യാസം ഒരു പദം വേണം. പൊതുവ്യത്യാസം നോക്കുന്നതിന് പൊതുവ്യത്യാസം ഒരു പദവും വേണോന്ന് പറഞ്ഞോ? ആര് പറഞ്ഞു? ടീച്ചർ പറഞ്ഞോ അങ്ങനെ പൊതുവ്യത്യാസം ഒരു പദം വേണോന്ന്? അതല്ല പൊതുവ്യത്യാസം. എന്നാ ടീച്ചർ പറഞ്ഞത് മാത്രം പറ. പൊതുവ്യത്യാസം വേണോന്ന് പറഞ്ഞു. ഇതിനകത്ത് പൊതുവ്യത്യാസം 2. എന്നിട്ട് f മൈനസ് ഡി എഫ് പദത്തിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ. ഏത് പദത്തിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ? എല്ലാ പദത്തിനെയും എഫ് കൊണ്ട് സൂചിപ്പിക്കാം. സൂചിപ്പിക്കുന്നു. ഓ ശരി ശരി. പറയുന്നത് പറഞ്ഞേ? ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം. അപ്പം ഞാൻ ബീജഗണിത രൂപം എഴുതാൻ പോവാണേ. 1 ഇത് 2 3. ഞാൻ ഈ മൂന്നാമത്തെ പദം എടുക്കാൻ പോവാ. അപ്പം ഡി എന്ന് പറയുന്നത് 2 ആണെന്ന് അറിയാം, അതുകൊണ്ട് 2 എഴുതുന്നു. n അതേപോലെ ഇടണമല്ലോ. പ്ലസ് ഈ എഫ് എന്ന് പറയുന്നത് 9 എന്ന് ഞാൻ എടുക്കുവാണ്. മൈനസ് ഡി ഈ 2. ഓക്കെ. 2n പ്ലസ് 9 നിന്ന് 2 പോയി കഴിഞ്ഞാൽ 7 എന്ന് കിട്ടും. അപ്പോൾ 7. ഇതാണോ ബീജഗണിത രൂപം? ഒരു മിനിറ്റ്. പോയാ? അതന്നെ. ഉറപ്പന്നെ? അങ്ങനെയാണെങ്കിൽ ഈ എഫിന് പകരമാണ് ഞാൻ 9 കൊടുത്തത്. അങ്ങനെയാണ് ഞാൻ ഈ എഫിന് പകരം ഈ 5 കൊടുത്താലും ഇതേ ഉത്തരം വരണം. നോക്കട്ടെ. xn സമം ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്. 2n പ്ലസ് ഈ എഫിന് പകരം ഈ 5 ഞാൻ കൊടുക്കുവാണ്. 5 മൈനസ് ഡിക്ക് പകരം 2. ഓക്കെ. സമം 2n പ്ലസ് ഈ 5 നിന്ന് 2 പോയാൽ 3 കിട്ടുന്നത്. xn is equal to 2n plus 3 എന്നാണ് എനിക്ക് ആൻസർ കിട്ടിയത്. കണ്ടോ? അപ്പം ബീജഗണിത രൂപം ഓരോ പദം വരുമ്പോഴും ഓരോ ബീജഗണിത രൂപം പറയാനൊക്കത്തില്ലല്ലോ. ഒന്നാമത്തെ പദം എടുത്തു 5, അന്നേരം എനിക്ക് കിട്ടിയത് 2n plus 3 എന്ന് പറയുന്ന ബീജഗണിത രൂപമാണ്. അപ്പോൾ ഞാൻ ഈ എഫിന് പകരം 9 മൂന്നാമത്തെ പദം എടുത്തപ്പോൾ എനിക്ക് 2n plus 7 എന്ന് പറയുന്ന ബീജഗണിത രൂപമാണ് കിട്ടിയത്. അങ്ങനെ ഒരു ശ്രേണിക്ക് ഒന്നിലധികം ബീജഗണിത രൂപം കിട്ടത്തില്ല, കിട്ടാൻ പാടില്ല. പിടികിട്ടിയാ? അപ്പം ഇതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ പഠിച്ചു വെച്ചേക്കുന്നതിനകത്ത്.
എന്തായിരിക്കും പ്രശ്നം? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ മാറാത്തത് ഡി മാറിയിട്ടില്ല അല്ലേ? ഡി മാറിയിട്ടില്ല, എൻ മാറുന്നില്ല, പിന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് എഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മാറുന്ന എഫിനാണ് എന്തോ ഒരു പ്രശ്നമുള്ളത് കേട്ടോ. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നാണ് പഠിച്ചേ? പദം. എഫ് എന്ന് പറഞ്ഞാൽ പദം എന്ന് പഠിക്കണ്ട. എഫ് എന്ന് പറഞ്ഞാൽ ആദ്യ പദം എന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. എന്തോന്ന്? ആദ്യ പദം, ഫസ്റ്റ് ടൈം കേട്ടോ. എഫ് എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നതായിരിക്കും? ഫസ്റ്റ് ടൈമിൻ്റെ ഈ എഫ് ആയിരിക്കണം ഇത്, ശരിയല്ലേ? അല്ലാതെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ പദം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പദം അല്ലേ? അങ്ങനെ പറഞ്ഞാൽ ടേം എന്നാണ് അർത്ഥം, ശരിയല്ലേ? ഒന്നെങ്കിൽ ടി വേണമായിരുന്നു, ഏത് പദം അല്ലേ? അങ്ങനെ കൊടുക്കാം. ഇനി അതല്ല എഫ് പദം എന്നാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ തെറ്റുണ്ട് കണ്ടോ. നമുക്ക് 9 ഇട്ട് കൊടുത്താലും 5 ഇട്ട് കൊടുത്താലും ഒരേ ഉത്തരം വരണമായിരുന്നു, പക്ഷെ വന്നില്ല. അതിൻ്റെ അർത്ഥം എഫ് എന്ന് വെച്ചാൽ പദമെന്ന് മാത്രം പഠിച്ചാൽ അത് തെറ്റാണെന്ന് മനസ്സിലായി. പിടികിട്ടിയോ? എഫ് എന്തുകൊണ്ടാണ് പദമല്ല എന്ന് പറഞ്ഞത്? പറഞ്ഞു പിടികിട്ടിയോ? ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? പോയോ? ഹലോ, കേൾക്കുന്നില്ല? ഇല്ല, ഞാൻ പറഞ്ഞത് പിടികിട്ടിയോന്ന് ചോദിച്ചത്. കിട്ടി. അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ പദമെന്ന് പഠിച്ചു വെക്കണ്ട. എഫ് എന്ന് പറഞ്ഞാൽ ആദ്യ പദമെന്ന് പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം കേട്ടോ. FIRST, ഫസ്റ്റ് ടേം. ഈ ഫസ്റ്റ് ടേമിൻ്റെ എഫ് ആയിരിക്കണം ഈ കിടക്കുന്ന എഫ്. പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. 5, 7, 9, 11 ഇങ്ങനെ പോയ ഒരു സീരീസ്. അതിലെ XN എന്ന് പറഞ്ഞാൽ ഏത് പദം വേണേലും ആകാം കേട്ടോ. എന്നാം പദം എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ പഠിച്ച DN പ്ലസ് എഫ് മൈനസ് ഡി, ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ഇക്വേഷൻ കാണാതെ അറിഞ്ഞുകൂടാ. അല്ലാണ്ട് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഇനി ഇക്വേഷൻ ഉണ്ടോ? അതേതാ? xn equal to an plus b പ്ലസ് ഡിയോ? bb. ബിയോ? അപ്പൊ ബി എന്തുവാ? എയും ബിയും എന്തുവാ? എന്ന് പറയുന്നത് ഞാനത് ഇക്വേഷൻ യൂസ് ചെയ്യലില്ല. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നില്ലെങ്കിലും ചുമ്മാ ചോദിക്കണം എന്താണ് എ, എന്താണ് ബി കേട്ടോ. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അത് ചുമ്മാ അങ്ങ് ചോദിക്കണം. നമുക്ക് മനസ്സിലാവാത്തയാണെങ്കിൽ ചോദിച്ചു വെച്ചേക്കുക. എന്നിട്ടും ആദ്യം മനസ്സിലാക്കുക. മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ആണല്ലോ നമുക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ കാരണം നമ്മൾ പഠിക്കുന്നതിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിരിക്കണം. നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്നതിൽ എല്ലാവർക്കും ഒരേ കാര്യം സിമ്പിൾ ആവത്തില്ല. അപ്പം നമുക്ക് സിമ്പിൾ ഏതാണെന്ന് നോക്കണം. നമുക്ക് ഏറ്റവും സിമ്പിളായിരിക്കണം. ടൈം ഒത്തിരി കളയാത്ത എന്നാൽ നമുക്ക് സിമ്പിളായിട്ടുള്ള മെത്തേഡുകളാണ് പഠിക്കേണ്ടത് കേട്ടോ. സമയം കളയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകരുത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. സിമ്പിളായിട്ടുള്ള കാര്യം ചെയ്യണം, സമയത്തിനനുസരിച്ച് ചെയ്യാനും പറ്റണം. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ പിന്നെ എന്തുപയോഗിച്ചിട്ടാ ബീജഗണിത രൂപം കണ്ടുപിടിക്കുന്നത്? ഈക്വേഷൻ അല്ല ഉപയോഗിക്കുന്നെങ്കിൽ ഇതെന്തായാലും ചോദിക്കണം. ഇതെനിക്ക് മനസ്സിലായില്ല. എ എന്താണ് ഉദ്ദേശിക്കുന്നത്, ബി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അല്ലാതെ എങ്ങനെ ബീജഗണിത രൂപം എങ്ങനെ കണ്ടുപിടിക്കും? 5, 7, 9, 11 എന്ന് പറയുന്ന ഒരു ശ്രേണിയാണ്.
ആ ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. ആ എങ്ങനെ ചെയ്യും? പൊതുവ്യത്യാസം പൊതുവ്യത്യാസം 7 - 5. ഓ, അത് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ചെയ്യാതെ തന്നെ ഇവിടുന്ന് ഇത് കൂട്ടുന്ന 5ൻ്റെ കൂടെ 2 കൂട്ടിയാലാണ് 7 കിട്ടുന്നതെന്ന് മനസ്സിലാവും ആ അല്ലേ? അപ്പോൾ പിന്നെ ഇങ്ങനെ എഴുതണ്ടല്ലോ, 2 എഴുതിയാൽ പോരെ. ആ അതാണ് സിമ്പിളായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ആ ഇത് മെത്തേഡ് നമ്മുടെ മനസ്സിൽ വേണം. ഡി എന്ന് പറഞ്ഞാൽ 7ൽ നിന്ന് 5ആണ്, 5 കുറച്ച് കിട്ടിയതാണ് ഈ 2 എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ കിടന്നാൽ മതി. നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. എന്ന് എഴുതി പരീക്ഷയ്ക്ക് ഓടിപ്പോയി എന്ത് എഴുതണമെന്നില്ല. 7 - 5 എന്ന് എഴുതി കാണിക്കണമെന്ന് നിർബന്ധമില്ല. അത് നമ്മുടെ മാർക്കും അതും ഇതുമെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ചോദ്യങ്ങളാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടാത്ത ചോദ്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. പക്ഷേ ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, അത് സിമ്പിളാണ്. ഇതിൻ്റെ ഡിഫറൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ 5ൻ്റെ കൂടെ 2 കൂട്ടിയാലേ എന്ത് ചെയ്യത്തുള്ളൂ? 7 കിട്ടത്തുള്ളൂ. 7ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടിയാലേ 9 കിട്ടത്തുള്ളൂ. 9ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടിയാലേ 11 വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായി അവിടെ ഡി എന്താണ്? 2 ആണ്. ശരിയല്ലേ? ഓക്കെ, അങ്ങനെ അതിനെ മനസ്സിലാക്കണം. പിന്നെ F - D. എഫ് എന്ന് പറയുന്നത് എന്തുവാ? ആദ്യ പദം. അങ്ങനെയാണെങ്കിൽ എഫ് മൈനസ് ഡി അല്ലേ? എഫ് - ഡി ആദ്യ പദം എന്ന് പറയുമ്പോൾ 5ആണ്, ഡി എന്ന് പറയുമ്പോൾ 2ആണ്. അത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും അല്ലേ? ഇനി എഴുതാലോ, xn = 2n + 3 അല്ലേ? ഇതാണ് എന്തോന്ന്? ബീജഗണിത രൂപം. ശരിയല്ലേ? അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇത് എഫ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ആദ്യ പദമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യ പദം തരാത്ത ഒരു ശ്രേണിയിൽ, അതായത് ഇപ്പം ചില ചോദ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത് മൂന്നാമത്തെ പദം തരും 9, ഏഴാമത്തെ പദം തരും 17. കണ്ടോ? മൂന്നാമത്തെ പദം എത്രയാണ്? 9. ഏഴാമത്തെ പദം എന്ന് പറയുന്നത് 17ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാൻ പറയും. ആകെ 2 പദങ്ങളെ നമുക്ക് തന്നിട്ടുള്ളൂ. മൂന്നാമത്തെ പദവും തന്നോ, ഏഴാമത്തെ പദവും തന്നോ. അങ്ങനെയാണെങ്കിൽ ബീജഗണിത രൂപം എങ്ങനെ കണ്ടുപിടിക്കും? ബീജഗണിത രൂപം എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ എന്തില്ല? ആദ്യ പദവില്ല. അപ്പം അങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ഈ ഇക്വേഷൻ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റില്ല. അപ്പം വെറുതെ ആ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ഒരു ഇക്വേഷൻ ആദ്യത്തെ കണക്ക് ചെയ്യാൻ വേണ്ടി, മീൻസ് ഈ ആദ്യത്തെ പദം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ആയതുകൊണ്ട് അത് പഠിച്ചു വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പഠിച്ചു വെക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പഠിക്കുന്ന ആളിൻ്റെ ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ ഇങ്ങനെ കുറേ കണക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയമാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇക്വേഷൻ അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. എനിക്ക് ഇക്വേഷൻസ് കാണാതെ പഠിച്ചു വെച്ചാൽ മറന്നു പോകും. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന xn = പിന്നെ എത്ര? dn അല്ലേ? dn + f - d എന്ന് സ്കൂളിൽ ഒരു ഇക്വേഷൻ പഠിച്ചു. അപ്പോൾ ഈ ഇക്വേഷന് ഫസ്റ്റ് ടേം ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പദം ഉണ്ടെങ്കിലേ നമുക്ക് ഈ പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ തപ്പി എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു. അതിനെ ഇക്വേഷനായിട്ടൊന്നും ഞാൻ ഉപയോഗിച്ച് വെച്ചിട്ടില്ല. 5, 7, 9, 11 ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണി. ഈ ശ്രേണിയിൽ നോക്കിക്കോണം, ഞാൻ എഴുതാൻ പോകുന്നത് നോക്കിക്കോണം. ഇത് ഒന്നാമത്തെ പദം കണ്ടോ? അപ്പോൾ ഇവിടെ കിടക്കുന്ന ഇത് നമ്പർ ശ്രദ്ധിച്ചോണം. ഇത് ഒന്നാമത്തെ പദം, ഇത് രണ്ടാമത്തെ പദം,
ഏ ആ ഇത് മൂന്നാമത്തെ പദം, ഇത് ആ നാലാമത്തെ. നാലാമത്തെ പദം. ഓക്കെ ആണോ? ആ ഇനി ഞാൻ ബീജഗണിത രൂപം എഴുതാൻ പോകണേ. ആ. എക്സ് എൻ ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ പൊതുവ്യത്യാസം ഞാൻ കണ്ടുപിടിക്കും. ഉം. അപ്പോൾ പൊതുവ്യത്യാസം ഞാൻ എഴുതും. എന്താ? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ബീജഗണിത രൂപം എഴുതാനായിട്ട് രണ്ട് കാര്യങ്ങൾ മതി. ഒരു പൊതുവ്യത്യാസവും വേണം, ഈ സീരീസിലെ ഏതെങ്കിലും ഒരു പദവും വേണം. ആ പിടികിട്ടിയോ? ഏത് ആ പദമായാലും കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം ആയാലും കുഴപ്പമില്ല, സെക്കൻഡ് ടൈം ആയാലും കുഴപ്പമില്ല, തേർഡ് ടൈം ആയാലും കുഴപ്പമില്ല, ഏത് പദമായാലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് രണ്ട് കാര്യങ്ങൾ ബീജഗണിത രൂപം എഴുതാൻ നിർബന്ധമാണ്. ഒന്ന് പൊതുവ്യത്യാസം എനിക്ക് വേണം, ബീജഗണിത രൂപവും വേണം. ആ. ഏ? ഓ സോറി, എന്താണ്? ഒരു പ- ഒരു പദവും വേണം കേട്ടോ. ആ. പൊതുവ്യത്യാസവും വേണം, പദവും വേണം. അപ്പോൾ ആ പൊതുവ്യത്യാസമാണ് ഈ രണ്ട്. ആ രണ്ടിൻ്റെ കൂടെ ഞാൻ ആ എൻ എന്ന് കൊണ്ട് എഴുതുന്നു. ആ പ്ലസ്, ഇവിടെ പ്ലസ് അല്ലെങ്കിൽ മൈനസ് വരും കേട്ടോ. ആ അത് ഇത് കണക്കിനനുസരിച്ച് നമ്മളിവിടെ പ്ലസ് ഇടുകയോ മൈനസ് ഇടുകയോ എന്താണെന്ന് വെച്ച് ചെയ്യുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോണം. ആ ഞാൻ ഒന്നാമത്തെ പദമാണ് എടുക്കുന്നതെങ്കിൽ, ആ എത്രാമത്തെ പദമാണ് പറഞ്ഞേ? ഒന്നാമത്തെ പദം. അപ്പോൾ ഈ റൗണ്ടിൽ എത്രയാണ് കിടക്കുന്നത്? ഒന്നല്ലേ? അപ്പോൾ ആ ഒന്നിനെ ഞാൻ എടുക്കണം. ആ എന്നിട്ട് ഈ പറയുന്ന പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കണം. ആ. പിടികിട്ടിയോ എന്തൊക്കെയാണ് ഞാൻ ചെയ്തേ? ഒന്നാമത്തെ പദം എടുത്തു. ആ ഒന്നാമത്തെ പദം എടുത്തില്ല ഞാൻ ഇതുവരെ. ഒന്നാമത്തെ പദത്തിൻ്റെ ഈ ഒന്ന് എടുത്തു, ആ പൊതുവ്യത്യാസമായിട്ടുള്ള രണ്ടും എടുത്തു. ആ അത് തമ്മിൽ ഗുണിക്കുമ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടും. ആ രണ്ട്. കണ്ടോ? രണ്ട്. ആ ഈ രണ്ടിനെ, ഇത് എത്രാമത്തെ പദത്തിൽ നിന്ന് ഞാൻ എടുത്തേ? ഒന്നാമത്തെ പദം. അപ്പോൾ ഇത് തമ്മിൽ മൈനസ് ചെയ്യണം. ആ അതായത് 5ൽ നിന്ന് 2 മൈനസ് ചെയ്യണം. ആ 3. എത്ര കിട്ടും? 3. 5ൽ നിന്ന് 2 മൈനസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം 3 ഉത്തരം കിട്ടി. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? +3 കൊണ്ടെഴുതണം. അതാണ് ഒന്നാമത്തത്. ഇനി ഞാൻ എടുക്കുന്നത് രണ്ടാമത്തെ പദമാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി, ബീജഗണിത രൂപം കിട്ടി. ഇനി ഞാൻ രണ്ടാമത്തെ പദമാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. എത്രാമത്തെ പദമാണ് എടുക്കുന്നത്? രണ്ടാമത്തെ പദം. അപ്പോൾ x2 എന്ന് പറയുന്നത് 7 അല്ലേ? ഇനി എന്താണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 2 അല്ലേ? ഇനി ഞാൻ ബീജഗണിത രൂപം എഴുതാൻ പോവാണ്. xn ഇസ് ഈക്വൽ ടു, പൊതുവ്യത്യാസം അതേപോലെ എഴുതണമെന്ന് പറഞ്ഞു, എഴുതി. അതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഒരു n ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു, കൊടുത്തു. അത്രയും നിൽക്കട്ടെ. അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്, ഈ പദം എത്രാമത്തെ പദമാണ്? രണ്ടാമത്തെ പദം. ആ 2 എടുക്കുന്നു. പിന്നെന്താ ചെയ്യണ്ടേ? ഈ പൊതുവ്യത്യാസത്തിന്റെ 2 എടുക്കുന്നു അല്ലേ? എന്നിട്ട് അത് തമ്മിൽ ഗുണിക്കുന്നു. എത്ര കിട്ടും? 4 കിട്ടും. ഈ 4നെ ഈ രണ്ടാമത്തെ ടൈമിൽ നിന്ന് 7 - 4 അല്ലേ? എത്ര കിട്ടും? 3. കണ്ടോ? ആ 3 ഞാൻ ഇവിടെ പ്ലസ് ഇട്ട് എഴുതണം. കണ്ടോ? അപ്പം ഞാൻ നോക്കിക്കേ, ഇവിടെ ഒന്നാമത്തെ പദം വെച്ച് ചെയ്തപ്പോഴും 2n + 3 കിട്ടി, രണ്ടാമത്തെ പദം വെച്ച് ചെയ്തപ്പോഴും 2n + 3 കിട്ടി. ശരിയാണോ? ഇനി അടുത്തത് മൂന്നാമത്തെ പദം. x3 9 ആണ്, d 2 ആണ്. പിടികിട്ടിയാ? അപ്പോൾ എനിക്ക് ഒന്നാമത്തെ പദം വെച്ചും ചെയ്യാം, രണ്ടാമത്തെ പദം തന്നാലും ചെയ്യാൻ പറ്റും, മൂന്നാമത്തെ പദം വന്നാലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുവാണ്. xn ഇസ് ഈക്വൽ ടു, ബീജഗണിത രൂപം എഴുതണമെങ്കിൽ ആദ്യം എഴുതുന്ന ആരായിരിക്കും? പൊതുവ്യത്യാസമായിരിക്കും. ആ പൊതുവ്യത്യാസം ഞാൻ എഴുതുന്നു, n ഇട്ട് കൊടുക്കുന്നു. അതിന് ശേഷം ചെയ്യുന്നത്, എനിക്ക് തന്നിരിക്കുന്ന പദം എത്രാമത്തെ പദമാണെന്ന് നോക്കുന്നു, മൂന്നാമത്തെ പദം. ആ 3 എടുക്കുന്നു, ഇൻറ്റു ഈ പൊതുവ്യത്യാസം കൊണ്ട് അതിനെ ഒന്ന് ഗുണിക്കുന്നു. 3 × 2 6 എന്ന് എനിക്ക് ഉത്തരം കിട്ടും. ശരിയല്ലേ? ഈ കിട്ടിയ ഉത്തരം ഈ പറയുന്ന മൂന്നാമത്തെ പദത്തിൽ നിന്ന് മൈനസ് ചെയ്യണം. 9 - 6 = 3. അപ്പോഴും എനിക്ക് എന്ത് കിട്ടി? 2n + 3 എന്നുള്ള
ആൻസർ കിട്ടി. ആൻസർ കിട്ടി. ഇനി നാലാമത്തെ പദം എടുത്ത് നോക്കാം. പറയുവോ? ആ ആ പദത്തിലാകെ ഒരു സീരീസിലെ നാലാമത്തെ പദം മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കൂ. എക്സ് ആ 11 വരും. ഇനി എന്ത് വേണം നമുക്ക്? കോമൺ ഡിഫറൻസ് വേണം. അത് 2 ആണ്. ഇത് രണ്ടും വെച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എക്സ് എൻ ഈക്വൽ ടു എഴുതേണ്ടത് എപ്പോഴും പൊതുവ്യത്യാസമായിരിക്കണം അല്ലേ? അപ്പോൾ പൊതുവ്യത്യാസം ഒരു എൻ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ചെയ്യേണ്ടത് ഇനി എന്താണ് തന്നേക്കുന്നേ? നാലാമത്തെ പദം അല്ലേ? അപ്പൊ എത്രാമത്തെ പദമാ? നാലാമത്തെ പദം. ആ 4 എടുക്കുന്നു, ഈ പറയുന്ന പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കുന്നു. ശരിയല്ലേ? അപ്പൊ എത്ര കിട്ടും? 8 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ആൻസറും നാലാമത്തെ പദവും തമ്മിൽ മൈനസ് ചെയ്യണം. അതായത് 11 മൈനസ് 8. അന്നേരം എത്ര കിട്ടും? 3 എന്ന ആൻസർ കിട്ടും. പ്ലസ് 3 കണ്ടോ? അപ്പൊ ഞാൻ ഏത് പദം എടുത്താലും എനിക്ക് എന്ത് കിട്ടും? 2n + 3 എന്ന് കിട്ടും. അങ്ങനെയാണ് അഞ്ചാമത്തെ പദം ഒന്ന് പറയുക. അഞ്ചാമത്തെ പദം 11 കിട്ടി, 13 കിട്ടും. D2. ഇനി പറഞ്ഞോ. എക്സ് എൻ ഈസ് ഈക്വൽ ടു പൊതുവ്യത്യാസം 2 എൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അഞ്ചാമത്തെ പദം 5 ഇൻറ്റു പൊതുവ്യത്യാസം എത്ര കിട്ടും? 10. എന്നിട്ട് 10നോട് 13 മൈനസ് ചെയ്യണം. അന്നേരം 13 മൈനസ് 10 എന്ന് എഴുതും. ആദ്യം ഓർക്കേണ്ട വേറൊരു കാര്യം, ഈ പദത്തിൽ നിന്ന് മാത്രമേ ഇത് മൈനസ് ചെയ്യാവുള്ളൂ കേട്ടോ. ഈ പദത്തിൽ നിന്ന് മാത്രമേ ഇത് മൈനസ് ചെയ്യുള്ളൂ. ഇവിടെ ചെറുതായാലും വലുതായാലും ശരി, ഇതിൽ നിന്ന് ഇങ്ങോട്ടേ മൈനസ് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് അത് ആദ്യം എഴുതണം, അതിനുശേഷം ഇത് എഴുതാവുള്ളൂ കേട്ടോ. ഇവിടെ കിടന്ന് 13 ആദ്യം എഴുതുക, പിന്നെ 10 കൊടുക്കാവുള്ളൂ. എത്ര കിട്ടും? 13 നിന്ന് 10 പോയാ 3 കിട്ടും. അപ്പൊ ഇതിന്റെ ചിഹ്നം മൈനസ് അല്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ -3 എന്ന് എഴുതും. പിടികിട്ടിയാ? ഓക്കെ. ഇനി x6 എത്ര കിട്ടിയേ? 13 പൊതുവ്യത്യാസം 2 പറയാ. വ്യത്യാസം 2 അതിൻ്റെ കൂടെ ഒരു എണ്ണ ഇട്ട് കൊടുക്കുക. ആറാം പദം ഇൻറ്റു 6 ഇൻറ്റു ആറാം പദം ഇൻറ്റു എന്ന് പറഞ്ഞാൽ 15 ഗുണം 2 എന്ന് എഴുതേണ്ടി വരും. ഇതാണ് ആറാം പദം കേട്ടോ. അത് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. ആറാം പദത്തിലെ ഈ 6 എന്ന് പറയുന്നത് എടുത്തു അല്ലേ? ഇൻറ്റു പൊതുവ്യത്യാസം എത്ര കിട്ടും? 12. എന്നിട്ട് എന്ത് ചെയ്യണം? 15ഉം 12ഉം കൂടി 15 മൈനസ് 12 അല്ലേ? എത്ര കിട്ടും? കേട്ടില്ല? 3. ഈ 3ന്റെ ചിഹ്നം പ്ലസ് ഫ്രണ്ടിലൊന്നും കൊടുത്തിട്ടില്ല, അപ്പം പ്ലസ് ആണ്. അതുകൊണ്ട് +3 എന്ന് എഴുതും. കണ്ടോ? 2n + 3. അങ്ങനെ നമുക്ക് ഏത് പദം എടുത്തപ്പോഴും നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? 2n + 3 എന്നുള്ള ഒരേ ഉത്തരം തന്നെയാണ്. അപ്പോൾ ബീജഗണിത രൂപം എന്താണ്? 2n + 3 ആണ്. xn = 2n + 3 എന്നുള്ളതാണ് ബീജഗണിത രൂപം. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് ഇനി ഇക്വേഷൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനങ്ങനെ ഇക്വേഷൻ വെച്ചിട്ടല്ല അത് ചെയ്തത്. പിടികിട്ടിയോ? എനിക്ക് വേണ്ടുന്ന എന്തൊക്കെയായിരുന്നു? ബീജഗണിത രൂപം ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവ്യത്യാസവും വേണം, ഏതെങ്കിലും ഒരു പദവും വേണം കേട്ടോ. ഈ എന്നിന്റെ സ്ഥാനത്ത് ആ പദം കാണും, ആ പദത്തിന്റെ സ്ഥാനം കാണും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബീജഗണിത രൂപം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ വല്ല ഇക്വേഷനും പഠിച്ചോ? ഇല്ല. എനിക്കിതാണ് സിമ്പിള്. പിടികിട്ടിയാ?
ആ മോൻ ഏതാ സിമ്പിൾ എന്ന് വെച്ചാൽ ആ അത് ചെയ്ത് നന്നായിട്ട് പഠിക്കണം. അത്രയും ആ സ്പീഡിൽ ചെയ്യാൻ പറ്റണം. ആ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ചോദ്യം പറയുമോ ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ വേണ്ടി? ആ പറ. 3 3 5 7 5 7 7 ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണി. ആ പെട്ടെന്ന് ഞാൻ ബീജഗണിതം എഴുതാൻ പോവാണേ. ആ എക്സ് എൻ ഈസ് ഈക്വൽ ടു 2n+1. കണ്ടോ? ആ ഇനി നോക്ക് ഇതാണോ ആ ആൻസർ എന്ന്. ആ ഈ 3 എന്ന് പറയുന്നത് ആരാണ്? ഒന്നാമത്തെ പദം, അപ്പോൾ x1 എന്ന് എഴുതും. ആ 5 എന്ന് പറയുന്നത് ആരാണ്? രണ്ടാമത്തെ പദം, അപ്പോൾ x2 എന്ന് എഴുതും. ആ 7 എന്ന് പറയുന്നത് ആരാണ്? x3 ആണ്, മൂന്നാം പദം. ഓക്കെ, ഇനി ആ നമ്മൾ നേരത്തെ ഇതുപോലെ ഒന്ന് എടുക്കുവാണ്. എനിക്ക് എന്തൊക്കെ വേണം ബീജഗണിത രൂപം എഴുതാൻ? പൊതുവ്യത്യാസവും പൊതുവ്യത്യാസവും വേണം, ഒരു ഒരു പദവും പദവും വേണം. വേണം. ഞാനിവിടെ x1 എടുക്കാം. ആ ഈ ഡി എത്ര? പൊതുവ്യത്യാസം എത്ര? 2 2. ഒന്നാമത്തെ പദം ഏതാ? 3 3. ഇത് രണ്ടും വെച്ചിട്ട് എഴുതാൻ പോവാണേ. ആദ്യം എക്സ് എൻ ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? പൊതുവ്യത്യാസം എഴുതിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ n ഇട്ട് കൊടുക്കണം അല്ലേ? ആ ഇട്ടു. അതിന് ശേഷം എന്താ ചെയ്യണ്ടേ? ഇനി എത്രാമത്തെ പദമാണ് ഇവിടെ തന്നേക്കുന്നതെന്ന് നോക്കുക. എത്രാമത്തെ പദമാ? ഒന്നാമത്തെ പദം. ആ 1 എടുക്കുന്നു അല്ലേ? ഗുണം പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കണം. 1 × 2 സമം എത്ര തന്നെ കിട്ടി? 2 കിട്ടി. ശരിയല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പദത്തിൽ നിന്ന് അല്ലേ, 3 നിന്ന് അതല്ലേ, ഒന്നാമത്തെ പദത്തിൽ നിന്നും ഈ 2 മൈനസ് ചെയ്യണം. എത്ര കിട്ടും? -1 -1. 3 നിന്ന് 2 പോയാൽ പിന്നെ ഒരെണ്ണം അല്ലേ ഉള്ളൂ അവിടെ. അതിന് പിന്നെ അങ്ങനെ -1 വരുന്നത്? -1 ഇല്ല കേട്ടോ. 3 - 2 = 1, അതായത് +1 എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് 2n+1. ഇതാണ് എനിക്ക് കിട്ടിയ ബീജഗണിത രൂപം. ഇത് തന്നെയല്ലേ നേരത്തെയും കിട്ടിയത് അല്ലേ? ഞാനൊരു പെട്ടെന്നല്ലേ ഇത് ചോദ്യം എഴുതിയപ്പോഴേ ഞാൻ ആൻസർ പറഞ്ഞില്ലേ? ഇത് അല്ലാതെ ചെയ്യുമ്പോഴും അതേ ആൻസർ തന്നെയല്ലേ കിട്ടുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിത് ഭയങ്കര സ്പീഡാണ് ഈ മെത്തേഡെന്ന്. ക്ലിയർ ആണോ? മനസ്സിലായില്ല? മനസ്സിലായി. ഓ ശരി. അപ്പോൾ വേറെ ചോദ്യം ഇത് തന്നെയാണോ സ്കൂളിലെ ആൻസറും? അതെ. വേറെ 21 32 43 ഇങ്ങനെ പോകുന്ന ശ്രേണി. ബീജഗണിത രൂപം എഴുതട്ടെ. എക്സ് എൻ ഇസ് ഈക്വൽ ടു 11n പ്ലസ് 10. ഇതാണോ ആൻസർ? അല്ലേ? അതന്നെ. അത് ഞാൻ പറഞ്ഞു. ചോദ്യം കണ്ടാൽ എന്ത് എഴുതാൻ പറ്റണം? എഴുതാൻ പറ്റണം. എനിക്കത് പറ്റുന്നുണ്ട്. ഇനി ഇത് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മാത്രം അത് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറയും എനിക്ക് വേണ്ടുന്നത് ഒരു പദം. ഞാനിപ്പോൾ രണ്ടാമത്തെ പദം എടുക്കണം കേട്ടോ. രണ്ടാമത്തെ പദം, അതായത് ഏതെങ്കിലും ഒരു പദം എനിക്ക് തന്നാൽ മതി. ഞാനിപ്പോൾ ഇതിൽ നിന്ന് രണ്ടാമത്തെ പദം വെച്ച് ചെയ്ത് കാണിക്കാം. പിന്നെ പൊതുവ്യത്യാസം വേണം. പൊതുവ്യത്യാസം എത്ര? 2 അല്ലല്ലോ, 11 അല്ലേ? 11 വീതം കൂടിയല്ലേ വന്നേ. 21 കൂടെ 11 കൂട്ടി 32, 32 കൂടെ വീണ്ടും 11 കൂട്ടി 43. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 11 ആണ്. ഇനി ഞാൻ എഴുതാൻ പോവാണ്. എക്സ് എൻ പൊതുവ്യത്യാസം 11 n എഴുതി. കണ്ടോ? പിന്നെ ഈ മൈനസ്. അതിനുശേഷം ഞാൻ നോക്കുന്നത് ഇവിടെ കിടക്കുന്ന പദമാണ്, അത് രണ്ടാമത്തെ പദമാണ്. അതുകൊണ്ട് ഞാൻ 2 എടുക്കുന്നു അല്ലേ? ഇൻറ്റു ഈ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 11 കൊണ്ട് ഗുണിക്കുന്നു സമം 22 ആൻസർ കിട്ടും. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഉത്തരത്തിനെ രണ്ടാമത്തെ പദത്തിൽ നിന്ന് മൈനസ് ചെയ്യണം. അതായത് എൻ്റെ മൗസ് വർക്കാവുന്നില്ല.
ശേഷം കുറയ്ക്കുന്നു, അപ്പോൾ എനിക്ക് ഉത്തരം 10 കിട്ടും. അതിന് പ്ലസ് ചിഹ്നം ആയതുകൊണ്ടാണ് ഇവിടെ 11 പ്ലസ് 10. കണ്ടോ, ഈ ഉത്തരം തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അങ്ങനെയാണ് ഞാനത് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഒറ്റ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു രീതി മാത്രം പഠിച്ചു വെച്ചാൽ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടേ. ഇനി മറ്റേതാണോ നല്ലത്, ഇതാണോ എളുപ്പം എന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യാവുള്ളൂ, ഏത് മെത്തേഡ് വേണം എന്ന് തീരുമാനിക്കാവും. അല്ലാതെ ഇത് എനിക്ക് എളുപ്പമായതുകൊണ്ട് അമ്മുവിന് എളുപ്പമാണോന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷെ എനിക്കിത് ഈ ഒരു രീതി വെച്ചിട്ട് എനിക്ക് ഏത് പദവും തന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റേത് ആദ്യത്തെ പദം പിന്നെയും കണ്ടുപിടിക്കാൻ നിൽക്കണ്ടേ. അതുകൊണ്ടാണ് അത് എനിക്കത്ര എളുപ്പമല്ലാതെ തോന്നിയത്. വേറെ ചോദ്യം? വേറെ 4 7 10 ഇങ്ങനെ പോകുന്ന ശ്രേണി. ബീജഗണിത രൂപം സമം 3n പ്ലസ് 1. ഇതായിരിക്കും ആൻസർ ആണോ? ഇനി അത് കിട്ടിയത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഇനി മൂന്നാമത്തെ പദം വെച്ച് ചെയ്യാൻ പോവാം. എൻ്റെ മൗസേ 3 = 10. എൻ്റെ മൗസ് ഞാൻ വലിക്കുന്നിടത്തോട്ട് വരുന്നില്ല. പൊതുവ്യത്യാസം ഇനി ഞാൻ ബീജഗണിത രൂപം എഴുതാൻ പോവാണ്. xn = 3n പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയത്തില്ലല്ലോ. ഇവിടെ 3 കിടക്കുന്നത്. അപ്പോൾ ആ 3 എടുക്കുന്നു, പൊതുവ്യത്യാസം 3 എടുക്കുന്നു, ഗുണിക്കുന്നു, 9 കിട്ടുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നു. അപ്പോൾ എന്തായാലും 9നോട് 10 കൂട്ടിയാലേ 9നോട് 1 കൂട്ടിയാലേ 10 കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ +1 ആണ് അല്ലേ? +1 എടുക്കും. കണ്ടോ, അത്രേ ഉള്ളൂ. ഇത് തമ്മിൽ സെയിം അല്ലേ? ക്ലിയർ ആണോ ചെയ്ത രീതി? ഇനി ചെയ്ത രീതി വെച്ചിട്ട് സ്കൂളിലുള്ള ബാക്കിയുള്ള കണക്കുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഇത് എളുപ്പമാണോ ഈ മെത്തേഡ് എന്ന് നോക്കുക. അങ്ങനെ ആണെങ്കിൽ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്തോണം. ഡെയിലി ഒരു ബീജഗണിത രൂപം കണ്ടുപിടിച്ചോണം. കുറച്ച് നാളത്തേക്ക് ഒരു 10-20 ദിവസത്തേക്കെങ്കിലും ഡെയിലി ഒരേ ചോദ്യം തന്നെ ചെയ്യണം. പിടികിട്ടിയോ? ഒരു കാര്യം പഠിച്ചേ. എന്താണ്? ബീജഗണിത രൂപം എങ്ങനെ കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ ഇത്? ശരി, അപ്പോൾ അടുത്തതിൽ കാണാം.